എന്റെ തമ്പുരാട്ടിക്കുട്ടി പ്രസവത്തോടെ മരിച്ചുപോയി മോനെ. ഒരു പെൺകുഞ്ഞിനെ തന്നിട്ട് ദേവി ഭക്തനായ ആ മനുഷ്യൻ മോൾക്കിട്ട പേരാ ലക്ഷ്മി. അദ്ദേഹം മോൾക്ക് വേറെന്ത് പേരിടാന്? ആ കുഞ്ഞുമായി അദ്ദേഹം തച്ചിലിടത്തേക്ക് പോയി. ബാലാമണി അമ്മ 2 കൈയും നീട്ടി ആ കുഞ്ഞിനെ സ്വീകരിച്ചു. ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടിയെന്ന് നാട്ടുകാരൊക്കെ പറയാനും തുടങ്ങി. ഒരു നാട് മുഴുവനും അവളെ ലച്ചു എന്ന് വിളിക്കാനും തുടങ്ങി. ആനന്ദവല്ലി അവളെ കൊറേ കഷ്ടപ്പെടുത്തിയതാ മോനെ. പക്ഷേല് ദേവി സ്വന്തം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളയോ? അവരൊന്നു വിചാരിച്ചു ദേവി മറ്റൊന്ന് നടത്തി. എല്ലാ യോഗ്യതയുള്ള ഒരാള് തന്നെ ലച്ചുവിനെ സ്വീകരിക്കാൻ വന്നു. ഇപ്പോ ആ ഭാഗ്യദേവത മോന്റെ കൂടെയാ. സിദ്ധിമുത്തി, മുത്തി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ മോനെ. ലച്ചുവിന്റെ കഴുത്തിന്റെ അവസ്ഥ എന്താണോ ആവോ? അത് തൈലം ഇട്ടാ മാറൂന്നാ ആ മുത്തി പറഞ്ഞത്. ഞങ്ങൾ അവിടെ ചെന്ന് അവളെയും കൂട്ടി പോവാം. അങ്ങനെയൊക്കെ സംഭവിച്ചതില് ഞങ്ങക്ക് വിഷമമുണ്ട്. എന്നുവെച്ച് നിങ്ങൾ വീണ്ടും വരാതിരിക്കല്ലേ? ഞങ്ങള് വരും ശ്രീചേട്ടത്തി. ഈ നാട് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയില്ലേ? നിങ്ങളൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളല്ലേ? എനിക്കിനി ക്ഷേത്രത്തിൽ വരണം ശ്രീചേച്ചി, തീർച്ചയായിട്ടും വരാം. ഇത് നിങ്ങളുടെ വീട് തന്നെയാ, എപ്പോഴും വരാം. ഇത് അമ്മുവിന്റെ ബാഗ. പോട്ടട നന്ദൂട്ട, വീണ്ടും കാണും കേട്ടോ. വരണോന്ന് പറഞ്ഞാ വരണം. വരിക മാത്രമല്ല, നിന്നെ കുറച്ചു ദിവസത്തേക്ക് കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഞാൻ വരാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അർജുനേട്ടൻ വരുമ്പോ പറഞ്ഞേക്ക്. ശരി. ശ്രീചേച്ചി ഇറങ്ങട്ടെ. ശരി. എന്നാലും എന്റെ ശ്രീജയ് വല്ലാത്തൊരു ദിവസമായിപ്പോയി. അവര് നല്ല ആളുകളാമേ. അവരെ സ്നേഹിച്ചിരുന്ന നമ്മുടെ പ്രശ്നം തീരും. സച്ചി അർജുനേട്ടനോട് പറഞ്ഞത്രേ സഹായിക്കാമെന്ന്. സത്യാണോ? അതെ. പക്ഷേ എന്തു പക്ഷേ? നരേന്ദ്രേട്ടനുമായിട്ടുള്ള സകല കൂട്ടുകെട്ടും വേണ്ടെന്ന് വെക്കണോന്ന്. നരേന്ദ്രേട്ടൻ ഇവിടെ നടത്തിയതൊക്കെ വെറും അഭിനയം മാത്രമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നരേന്ദ്രനെ മാറ്റി നിർത്താൻ നിന്റെ ഭർത്താവ് തയ്യാറാവണ്ടേ? അത് അമ്മയാ തീരുമാനിക്കേണ്ടത്. അമ്മുവായിരിക്കും. ദൈവമേ, അവിടെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുതേ. ഒന്നും അറിയാതെ സച്ചിങ് എത്തിയാൽ മതിയായിരുന്നു. സഞ്ജുവിന്റെ കോളാണല്ലോ. അവനെങ്ങനെ സമാധാനം കിട്ടാനാ? ഹലോ സഞ്ജു. എടാ, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി. തിരിച്ചൊന്നും ചോദിക്കരുത്. സംസാരിക്കാൻ പറ്റിയ സമയമല്ല. ഞാനിപ്പോ പെരുവണ്ണാപുരത്തുണ്ട്. ലക്ഷ്മിയുടെ നാട്ടിലോ? നീ എന്തിനാ അങ്ങോട്ട് പോയത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ വരേണ്ടി വന്നു. അതൊക്കെ അവിടെ വന്ന് വിശദമായിട്ട് പറയാം. ഞാൻ പറയുന്നത് നീ കേൾക്ക. ഞാൻ ഇവിടെ എത്തിയ വിവരം കാവേരി അപ്പച്ചിക്കും സച്ചിക്കും അറിയാം. ഞാൻ അവരെ കണ്ടു. ഇനി ഞാൻ വിളിച്ച വിവരം പറയാം. ഞാൻ ഇവിടെ വന്ന വിവരം സച്ചി സ്വാതിയോട് പറഞ്ഞ നീ അപ്പൊ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. എന്തെങ്കിലും കാര്യത്തിന് ഞാൻ പെരുവണ്ണാപുരത്ത് പോയെന്ന് അവള് ചോദിക്കാതെ തന്നെ എനിക്ക് പറയാനാ. അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ ഞാൻ പെട്ടുപോകും. സച്ചിയെ ഞാൻ വിലക്കിയിട്ടുണ്ട്. അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവനൊന്നും അറിയില്ലല്ലോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ശരി വെച്ചോ, പിന്നെ സംസാരിക്കാം. ആരോടാ? തിരിച്ച് അങ്ങോട്ടൊന്നും പറയാൻ പറ്റാതെ വിഷമിക്കുന്നല്ലോ.
വല്ല ചുറ്റുക്കളി ഉണ്ടോ? ഏയ് ഇതെന്റെ അടുത്ത കൂട്ടുകാരൻ വിളിച്ചതാ. പെരുവണ്ണാപുരത്തുനിന്ന് ഒരറിവും ഇല്ലല്ലോ. ഇനി അവിടെ എന്ത് നടക്കുന്ന ഒരു രൂപവും ഇല്ല. ഇതുവരെയും സച്ചി അമ്മ സംസാരിച്ചിട്ടില്ല. സച്ചി വിളിച്ചായിരുന്നോ? രാവിലെ വിളിച്ചു. ക്ഷേത്രത്തിലേക്ക് പോവാൻ റെഡിയാവോന്ന് പറഞ്ഞു. പിന്നെ വിവരമൊന്നുമില്ല. ഞാൻ ആകെ ടെൻഷനില്ല. അമ്മ ഒന്നും പ്രതീക്ഷിച്ചല്ല പോയത്. അവൾ അമ്പരന്ന് പോകാനാ സാധ്യത. ചിലപ്പോ ബോധം കെട്ട് വീണം തന്നെ വരും. സ്വാതിക്കാൻ നന്നായിട്ട് അറിയാവുന്നുള്ളതല്ലേ. എന്ന് വെച്ച് ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? സച്ചി സംസാരിക്കട്ടെ. ഏതിനും ഒരു അവസാനം വേണ്ടേ? സച്ചിയെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി എതിർത്തൊന്നും അവൾ പറയില്ല. പാവം അമ്മു. ഇങ്ങനെ ഒരു പരീക്ഷണ കാത്തിരിക്കുന്നതെന്ന് അവൾ അറിയാതെ പോയി. അല്ല, നീ എന്താ അവരൊന്നിക്കാൻ ആഗ്രഹിക്കാത്ത പോലെ? അമ്മ ഇങ്ങനെ കഴിഞ്ഞാ മതി എന്നാണോ? എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്കൂടെ അത് തോന്നണ്ടേ? എന്തായാലും അവളുടെ മനോഭാവം എന്താണെന്ന് ഇന്നറിയാൻ കഴിയും. സംസാരം കഴിഞ്ഞ് സച്ചി ഒന്ന് വിളിച്ചാ മതിയായിരുന്നു. അറിയാൻ എന്തിരിക്കുന്നു? ആരും ഒന്നും അറിയുന്നില്ല. സ്വാതി ഓർക്കുമ്പോ സങ്കടാ തോന്നുന്നത്. സഞ്ജു എന്തിനായിരിക്കും പെരുവണ്ണാപുരത്തേക്ക് പോയത്? അങ്ങോട്ട് പോവാൻ എന്തോ തക്കതായ കാരണം ഉണ്ടാവും. പ്രശ്നം വഷളായി വരികയാണല്ലോ. എന്തോ വലിയ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. ഇതെന്ത് കളിയാളിയാ നടക്കുന്നത്? അമ്മ ഉറപ്പിച്ചു പറയുന്നത് ലച്ചുവിനെ തീർത്ത് കളയാനാണ് പുറത്തുനിന്ന് ആള് വന്നതെന്നാ. തൊട്ടു പിന്നാലെ അവളുടെ ഭർത്താവ് എത്തി. ഇത് തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടാവോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. പലരും കരുതത് ഞാൻ ആളെ ഇറക്കിയെന്നാ. ചിലരൊക്കെ അങ്ങനെ സംസാരിക്കുന്നതായി എനിക്ക് വിവരം കിട്ടി. ഞാനും കേട്ടു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പച്ചക്കും നിനക്കും അങ്ങനെ സംശയമുണ്ടോ? അളിയൻ എന്തായി പറയുന്നേ? ഉണ്ടടാ, നിനക്ക് സംശയമുണ്ട്. ലച്ചുവിനെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവളെ സ്വന്തമാക്കാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. കൊല്ലണമെങ്കിൽ എനിക്കത് എന്നേ ആകാമായിരുന്നു. അവിടെ മരിച്ച ഈ സ്വത്ത് സർക്കാരിലേക്ക് പോകും. നമ്മൾ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. എന്താ, ശരിയല്ലേ? അത് ശരിയാ. ഒരവകാശം എന്ന് പറയാൻ അവൾക്ക് ആരുമില്ല. കൂടപ്പറപ്പുകളെന്നും പറഞ്ഞ് ഞങ്ങൾക്കൊന്നും പോകാനും പറ്റില്ല. അവളുടെ അമ്മയുടെ ഷെയറാ ഇതൊക്കെ. അതറിയുന്ന ഞാനൊരു മണ്ടത്തരം കാണിക്കോളാം മണ്ട. അവളുടെ ഭർത്താവ് ആ സമയം അവിടെ വന്നതാണ് എനിക്ക് വല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തോ മനസ്സിലാക്കിയല്ലേ അവൻ വന്നത്. അവന്റെ വീട്ടിലുള്ള ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടെങ്കിലോ? ആ വിവരം അറിഞ്ഞ് അവൻ പാഞ്ഞെത്തിയതായിക്കൂടെ? അവന്റെ അപ്പച്ചു കൂടെ വന്നതിലും എനിക്ക് ചില സംശയങ്ങളുണ്ട്. സംഭവം നടക്കുമ്പോൾ ലച്ചുവിന്റെ അടുത്ത് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. നീ ചിന്തിക്കുന്ന ശരിയായ റൂട്ടിലാ. ലച്ചുവിനെ തീർക്കാൻ കൊട്ടേഷൻ അവന്റെ വീട്ടിൽ നിന്ന് തന്നെയാ. അതിനവൻ കണ്ടെത്തിയത് അവളുടെ നാട് തന്നെ. ഇവിടെ വെച്ചാവുമ്പോ അവനെയാരും സംശയിക്കില്ലല്ലോ. അവളെ അവൻ വിവാഹം ചെയ്ത വിവരം അവർക്കറിയാവുന്ന വേണം കരുതാൻ. കൂടെ വന്നത് അവന്റെ അപ്പച്ചിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ സച്ചിയോ? അതവന്റെ കൂട്ടുകാരനാ. ലച്ചുവിന് എന്തെങ്കിലും പറ്റിപ്പോയാ നമ്മൾ കുടുങ്ങിയാനെ. അതിനെന്താ സംശയം? അവരെ ഞാൻ അയച്ചെന്ന് അപ്പച്ചി വിളിച്ച് കൂവിയില്ലേ? അത് കൂടുതൽ എന്ത് വേണം? അവനത് വിശ്വസിച്ചില്ല. കാരണം സത്യം അവനറിയാ. അവനൊന്ന് പോയി കിട്ടിയത് തന്നെ ഭാഗ്യം. നമ്മളിത് ഇവിടം കൊണ്ട് നിർത്തണോ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇതിന് പിന്നിൽ പോണോ അളിയ? അവളുടെ ജീവനെടുക്കാൻ ആഗ്രഹിക്കുന്ന ആരാണെന്ന് നമുക്കറിയണ്ടേ? അതിനൊരവസരം ഉടനെ വരുവടാ. അതിനുവേണ്ടി കാത്തിരിക്കണമെന്ന് മാത്രം. നമുക്ക് ഇറങ്ങി കളിക്കാൻ അവന്റെ ഗ്രൗണ്ടിലേക്ക് ഒരു ക്ഷണമായി. അത് വേണ്ടെന്ന് വെക്കാൻ മാത്രം മണ്ടനല്ല നരേന്ദ്രൻ. നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയോ? മാറി. ഞാനിവിടെ വന്ന വിവരം വീട്ടിൽ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. പോകുന്ന വഴിക്ക് നീ സച്ചു ഒന്ന് വിലക്കണം. ഞാനും അവനോട് പറയുന്നുണ്ട്. പക്ഷേ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവർ വരുന്നുണ്ട്. ഇറങ്ങിക്കോ. കഴുത്തിലെ വേദന മാറിയോ അമ്മു? നല്ല ഭേദമുണ്ട്. ഇനി എന്താ നിന്റെ പ്ലാൻ? തിരിച്ചു പോവാന്നെ. എന്നാ പിന്നെ ഒന്നിച്ചു പോടാ. പക്ഷേ ഞങ്ങൾക്ക് ഒന്നുകൂടെ ക്ഷേത്രത്തിൽ കയറണം.
ഞാൻ വന്നതിന്റെ ഉദ്ദേശമൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനിടയ്ക്കല്ലേ നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറിയത്. എനിക്കും ഒന്നുകൂടെ തൊഴണം. സഞ്ജു ഞങ്ങളെ കാത്തു നിൽക്കണ്ട, നീ പൊയ്ക്കോ, ഞങ്ങൾ പിന്നാലെ വന്നേക്കാം. പിന്നെ ഞാൻ ഇവിടെ വന്നതും ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളും വീട്ടിൽ ആരും അറിയരുത്. സ്വാതിയോ അമ്മയോ അതൊന്നും അറിയാൻ പാടില്ല. ഇതേ ചൊല്ലി വീട്ടിലൊരു സംസാരം ഉണ്ടാവരുത്. ഞങ്ങളാരും പറയില്ലടാ, അത് തീരുമാനിച്ചതാ. ഞാൻ ഇതുവരെ സ്വാതിയോട് പറഞ്ഞിട്ടില്ല. ഞാൻ എറണാകുളത്താണെന്ന് അവൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞാൽ എനിക്ക് അവളോട് തിരുത്തി പറയാൻ പറ്റാതാവും. അത് ഞങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതിയുടെ സ്വഭാവം അറിയാലോ. നിന്നോട് കൂടിയാ പറയുന്ന എല്ലാം ചേച്ചിയോട് പറയുന്ന ആളല്ലേ. ഞങ്ങൾ തമ്മിൽ പിണക്കരുത്. കൂട്ടുകാരനെ ബോധ്യപ്പെടുത്താന് ഈ അഭിനയം. ഞാൻ ചേച്ചിയോട് പറയില്ല. നീ സ്വാതിയോട് പറയാത്ത സ്ഥിതിക്ക് നിങ്ങളെ തെറ്റിക്കാൻ ഞങ്ങൾ ശ്രമിക്കൂ. നീ എന്തായാലും ചെല്ല്, ഞങ്ങൾ നട അടയ്ക്കുന്നതിന് മുന്നേ ഒന്ന് പോയി തൊഴട്ടെ. സച്ചിവ വാ. ശരിടാ, ഞാൻ വിളിക്കാം. ഒന്ന് അനുഗ്രഹിച്ചേക്കടാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. സച്ചിയുടെ ആഗ്രഹം നടന്നാൽ മതി. ചെന്ന് പറ, ചെല്ല്. അമ്മോ, എനിക്കൊരു കാര്യം അമ്മൂനോട് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ അത് പിന്നത്തേക്ക് മാറ്റിവെച്ചു. എന്താ പറയാനുള്ളത്? കൂട്ടുകാരൻ പറഞ്ഞോളൂ. ഞാൻ ഈ ക്ഷേത്രത്തെപ്പറ്റി അറിയുന്നത് അമ്മ പറഞ്ഞിട്ടാ. എന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്ന് തോന്നി. അമ്മ ഇവിടെ വന്ന് ദേവിയോട് പ്രാർത്ഥിച്ചാൽ എല്ലാ സങ്കടങ്ങളും ദേവി തന്നെ പരിഹരിച്ചു തരുമെന്ന് പറഞ്ഞത്. അതെ, ഞാൻ തന്നെയാ കൂട്ടുകാരനോട് പറഞ്ഞത്. അല്ല, അതെന്താ ഇപ്പൊ പറയാൻ? എന്റെ ഒരു ആഗ്രഹമാണ് സാധിച്ചു കിട്ടേണ്ടതെന്ന് പറഞ്ഞു. അതിന് അഭീഷ്ടസിദ്ധി പൂജ ചെയ്യാനും അമ്മ പറഞ്ഞു. അതെ, കൂട്ടുകാരൻ പൂജ ചെയ്തില്ലേ? ആഗ്രഹം സബലമായി വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടു. എന്താ, സന്തോഷായില്ലേ? പ്രസാദത്തിൽ ചുവന്ന പൂക്കൾ തന്നെ കിട്ടിയപ്പോ എന്റെ ആഗ്രഹം ദേവി സാധിച്ചു തന്നു എന്നല്ലേ കരുതാൻ. എന്റെ അനുഭവം അങ്ങനെയാ. പൂജ നടത്തിയ ഒരുപാട് പേര് അത് തന്നെ പറയുന്നുണ്ട്. എന്റെ കൂട്ടുകാരൻ ഇപ്പൊ അങ്ങനെ ഒരു സംശയം, അതും ദേവിയുടെ മുന്നിൽ വെച്ച്. എനിക്കൊരു സംശയമില്ലമ്മോ. ആ ചുവന്ന പൂക്കളുടെ വിശ്വാസത്തിൽ തന്നെയാ ഞാനിവിടെ അമ്മുവിന്റെ മുന്നിൽ നിൽക്കുന്നത്. ദേവിയോട് പറഞ്ഞ എന്റെ ആഗ്രഹം എന്താണെന്ന് അമ്മ ചോദിച്ചില്ല. അത് ചോദിക്കാൻ പാടുള്ളതല്ല. കൂട്ടുകാരന്റെ വ്യക്തിപരമായ കാര്യല്ലേ അത്. പക്ഷേ അമ്മുവിനോട് ഞാനത് പറയാം. എനിക്ക് ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി. അവളെ ഞാൻ അടുത്തു നിന്നും അകന്നു നിന്നും ഒരുപാട് പഠിച്ചു. കേവലം ഒരു ഭ്രമത്തിന് തോന്നിയ ഇഷ്ടമായിരുന്നില്ലത്. ജീവിതം ഒരിക്കൽ മാത്രം ദൈവം തരുന്ന വരദാനമാണ്. അത് നമ്മൾ പാഴാക്കിക്കൂടാ. അവൾ എനിക്കൊരു വില പിടിച്ച നിധിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്കൊപ്പമുള്ള ഒരു ജീവിതം ഞാൻ മോഹിച്ചുപോയി. ഇനി അവളെ എനിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ മറ്റൊരു വിവാഹം ഉണ്ടാവില്ല. സച്ചി താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ മോഹിച്ച അവളുടെ കഴുത്തിലായിരിക്കും. ആ കുട്ടിയുടെ മനസ്സറിയാനല്ലേ കൂട്ടുകാരൻ വിഷമിച്ച് നടക്കുന്നത്? ആ അതെ, അതിപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാളോട് ഇഷ്ടം തോന്നിയാ അത് മനസ്സിൽ കൊണ്ട് നടക്കാണോ വേണ്ടത്? അതും കൂട്ടുകാരനെ പോലെ വലിയൊരാള്. കൂട്ടുകാരനെ ആഗ്രഹിച്ച ഏത് പെണ്ണിനെയാ കൂട്ടുകാരന് സ്വന്താക്കാൻ കഴിയാത്തത്? കൂട്ടുകാരന്റെ ജീവിതത്തിലേക്ക് വരുന്നവൾ ഭാഗ്യവതി തന്നെയാവും. ധൈര്യമായിട്ട് അവളോട് പറഞ്ഞോളൂ. അമ്മൂന് അങ്ങനെ തോന്നിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനി അവളുടെ തീരുമാനം എനിക്കറിയേണ്ടത്. കൂട്ടുകാരൻ ഇക്കാര്യം അവളോട് തുറന്നു പറയാതെ അവൾ എങ്ങനെ അറിയാനാ? അവളോട് തന്നെയാ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സ്നേഹിക്കുന്ന, താലികെട്ടി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആ പെണ്ണ് എന്റെ മുന്നിൽ തന്നെയുണ്ട്. അത്
മറ്റാരുമല്ല, അമ്മു തന്നെയാ. അമ്മുവിന് പെട്ടെന്നത് കേട്ടപ്പോ ഷോക്കാവൂന്ന് എനിക്കറിയാം. ഇപ്പൊ അമ്മു ഒരു മറുപടി തരികയും വേണ്ട. ഞാനത് ചോദിച്ചറിയാനും നിൽക്കുന്നില്ല. ദേവിക്ക് മുമ്പിൽ ഞാൻ അഭീഷ്ടസിദ്ധി പൂജ നടത്തിയതും എന്റെ പ്രാർത്ഥന സഫലമാവുമെന്ന് കണ്ട് ദേവി എനിക്ക് ചുവന്ന പൂക്കൾ തന്നതും അമ്മുവിന് നിഷേധിച്ചു കളയാനാവില്ല. ദേവിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചിട്ട് അമ്മ വന്നോളൂ. സച്ചിയാണല്ലോ. അവൻ അമ്മനോട് സംസാരിച്ചാണ്. ഇനി അവിടെ എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ടാവുക? ആ പറയടാ, നീ അവളോട് കാര്യം പറഞ്ഞോ? പറഞ്ഞടാ. ഇവൻ നല്ല സന്തോഷത്തിലാണല്ലോ. എല്ലാം കൊണ്ടും അതിനനുകൂലമായ സ്ഥലവും സന്ദർഭവും ദേവി തന്നെ ഒരുക്കി തന്നു. അവൾ എന്തു പറഞ്ഞു? നീ അത് പറ. അവക്ക് മറുപടി പറയാനുള്ള സമയം ഞാൻ കൊടുത്തില്ല. പക്ഷേ അവളുടെ വിശ്വാസങ്ങളിൽ ഞാൻ അവളെ ബന്ധിച്ചു. അതൊരു ഒളിച്ചോട്ടല്ലടാ. അവളുടെ മുഖഭാവം കണ്ടപ്പോ ഉടൻ മറുപടി പ്രതീക്ഷിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമല്ലേ എന്നിൽ നിന്ന് കേട്ടത്. നിനക്കത് ഊഹിച്ചൂടെ? എടാ, പ്രതീക്ഷയ്ക്ക് വകയുണ്ടടാ. 100%. അതിലെനിക്ക് ഒരു ഡൗട്ടും ഇല്ല. അല്പസമയം വെയിറ്റ് ചെയ്യണം. അതെ, ഞങ്ങൾ പുറപ്പെടാൻ പോവാ. ബാക്കി കാര്യങ്ങൾ നേരി പറയാം. ശരിടാ. അപ്പച്ചി, നിന്നെ ഇവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാനൊരു കോൾ ചെയ്യാൻ പോയതാ. അപ്പച്ചിയുടെ പൂജയൊക്കെ കഴിഞ്ഞില്ലേ? പൂജ കഴിഞ്ഞു. മനസ്സിന് എന്തെന്നില്ലാത്തൊരു ശാന്തി കിട്ടി. ഒരു ഭാരം ദൈവത്തിന് മുന്നിൽ സമർപ്പിച്ചതുപോലെ. എന്റെ അവസ്ഥയും അത് തന്നെയാ. ഞാനും മനസ്സിൽ കൊണ്ടു നടന്ന വലിയൊരു ഭാരം ഇവിടെ ഒന്ന് ഇറക്കി വെച്ചു. അതിന് നിനക്കെന്താ എത്ര വലിയ ഭാരം? ഇനി കല്യാണം നടക്കാനാണോ? അതിനെ നീ പെണ്ണന്വേഷിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. നിന്നെ ഏത് പെണ്ണാടാ ഇഷ്ടപ്പെടാത്തത്? നീ ഒന്ന് മോളിയെ പോരെ. ഞാൻ മാത്രം മോളിയെ പോരല്ലോ. പിന്നെ പെരുവണ്ണാവരത്തമ്മ എനിക്ക് തുണയായിട്ടുണ്ടാവും. അതാ എന്റെ വിശ്വാസം. എനിക്കും വലിയ വിശ്വാസ. ദിനേശനെ കൂടി എനിക്കും ഇവിടെ കൊണ്ടുവരണം. ഞാനത് ദേവിയോടും പറഞ്ഞു. ഇനി ഇതിപ്പോ നമ്മുടെ സ്വന്തം നാടായില്ലേ. എല്ലാത്തിനും അമ്മൂനോടാ നന്ദി പറയേണ്ടത്. എന്താ അമ്മു മുഖം വല്ലാതിരിക്കുന്നത്? സുഖം തോന്നുന്നില്ലേ? ഒന്നുമില്ല കാവേരി ചേച്ചി. കേട്ടോ കാവേരി അപ്പച്ചി, എന്റെ ലൈഫിൽ ഒരിക്കലും ഞാൻ ഈ യാത്ര മറക്കില്ല. മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങളല്ലേ ഉണ്ടായത്. ക്ഷേത്രത്തിൽ വെച്ച് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെങ്കിലും ഞാനും ഹാപ്പിയാണ് സച്ചി. 2 ദിവസം പോയത് അറിഞ്ഞതേയില്ല. ഈ യാത്ര കൊണ്ട് എനിക്കും അപ്പച്ചിക്കും ദേവി നല്ലത് വരുത്തും. അപ്പൊ അമ്മുവിനോ? അമ്മു ദേവിയുടെ സ്വന്തം കുട്ടിയല്ലേ. നമുക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാവുന്നതും അമ്മു വഴിയല്ലേ. അപ്പൊ ഇവിടെ അങ്ങനെയും ചില നാടകങ്ങൾ നടക്കായിരുന്നല്ലേ? ഞാൻ മാത്രം ഒന്നും അറിയാതെ പോയി. സച്ചിയുടെ അമ്മുവിന്റെയും കാര്യം മുത്തശ്ശ. എങ്കിലും നിങ്ങൾക്കിത് എന്നോട് പറയാതിരിക്കാൻ എങ്ങനെ തോന്നി? എന്നിട്ട് വേണം ഇത് നിന്റെ പെൺമക്കളോട് പറയാൻ. പിന്നെ അവരമ്മൂന് സ്വസ്ഥത കൊടുത്തിട്ട് വേണ്ടേ? അമ്മു ആണെങ്കിൽ സച്ചിയുടെ മനസ്സിലിരിപ്പ് അറിഞ്ഞിട്ട് കൂടിയില്ല. അപ്പൊ എന്നെ നുണച്ചിയായി കണ്ടല്ലേ? ഞാൻ ചോദിക്കുന്നതിന് ബസുമതി സത്യസന്ധമായിട്ട് ഉത്തരം തരണം. നീ ഇത് അറിഞ്ഞെന്നിരിക്കട്ടെ. കാഞ്ചനയോടോ കവിതയോടോ എപ്പോഴെങ്കിലും നീ ഇത് പറയാതിരിക്കുവോ? ചോദ്യം മുത്തശ്ശന്റേതാ. മുത്തശ്ശി സത്യം പറയാവൂ. അങ്ങനെയൊക്കെ ചോദിച്ചാ അവരെനിക്ക് അന്യരാണോ?
സംസാരിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോ പറഞ്ഞു പോയെന്നിരിക്കും. അതിനെന്നെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. സച്ചിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുള്ള കാര്യം എന്തുകൊണ്ടാ ഞാൻ പറയാതിരുന്നെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. മുത്തശ്ശി, അമ്മൂന് സച്ചി പറയുന്നത് വരെ ഒന്നും അറിയില്ലായിരുന്നു. എന്തെങ്കിലും സൂചന അമ്മൂനുണ്ടായിരുന്നെങ്കിൽ സച്ചിക്കൊപ്പം അമ്മ പോവില്ലായിരുന്നു.